ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോ, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും ട്രേഡിങ്ങിലേക്കാണ് നമ്മളെല്ലാവരും അട്രാക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ പൈസ പെട്ടെന്ന് കിട്ടുന്ന മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിച്ച് മൈൻഡ് സെറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻവെസ്റ്റ്മെന്റിനാണ്. അപ്പൊ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യകാരണങ്ങളൊക്കെ ഫണ്ടമെന്റൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ കൊറോണ വൈറസ് വന്നു, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വൈറസ് വന്നു, അപ്പൊ സ്മാർട്ട് മണി 2 ലക്ഷം കോടിക്ക് ബൈ ചെയ്യുന്നു. നല്ല ന്യൂസ് വരുമ്പോൾ സ്മാർട്ട് മണി നല്ല ന്യൂസ് വരുമ്പോൾ 2 ലക്ഷം കോടിക്ക് ബൈ ചെയ്യുന്നു. മോശപ്പെട്ട ന്യൂസ് വരുമ്പോൾ സ്മാർട്ട് മണി 2 ലക്ഷം കോടിക്ക് സെല്ല് ചെയ്യുന്നു അല്ലെ? ആ സെല്ല് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു പറഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ട്? ഒരിക്കലുമില്ല. അത് കണ്ടുകൊണ്ട് അവരുടെ കൂടെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കണം, ചാർട്ടിന്റെ എഡ്യൂക്കേഷൻ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അത് പഠിക്കാതെ നമ്മൾ എന്താണ് ഇപ്പം നിലവിൽ അതായത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ 2000 മുതൽ 2024 വരെ യൂട്യൂബിലൂടെ പഠിച്ച ടെക്നിക്കൽ വെച്ചുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വല്ല ഉപകാരമുണ്ടോ? ഇല്ല. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ് അല്ലെ? നമ്മൾ ഇന്നലെ 2 ലക്ഷം ഗ്രൂപ്പ് 2 ലക്ഷം മെമ്പേഴ്സ് ഉള്ള ഓഹരി വിപണിയിലുള്ള ഗ്രൂപ്പുകളിൽ ഇത്രയും കോൾസ് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ പറ്റൂല. വാർണിംഗ് സൈൻ വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഇവിടെയാണ് കറക്റ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ വാർണിംഗ് സൈൻ വന്നിട്ടുണ്ടായി ഈ ഏരിയയിൽ. അപ്പൊ നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാ? അതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിഫ്റ്റിയിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റാത്തതോ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഹരി വിപണി ഗ്രൂപ്പിൽ നിഫ്റ്റി ക്രാഷിലേക്ക് പോവാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ എല്ലാവരും ഓഹരി വിപണി ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളും സ്റ്റോക്കിലാണ് മോസ്റ്റ്ലി ചെയ്യാറുള്ളത് എല്ലാവരും. കാരണം എന്താ? അവർക്ക് പേടിയാണ്. അപ്പൊ നിങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സേഫ് അല്ല. കാരണം എന്താ? ടെക്നിക്കൽ അറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ ട്രേഡ് ചെയ്താലും, സ്റ്റോക്ക് ചെയ്താലും ഫ്യൂച്ചറിൽ ചെയ്താലും ഓപ്ഷൻ ചെയ്താലും ഒക്കെ നഷ്ടം വരും. കാരണം എന്താ? അതിന്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ ഫണ്ടമെന്റൽ നോക്കിയിട്ട് കാര്യമില്ല. ഫണ്ടമെന്റൽ കഴിച്ചിട്ടുള്ള അതായത് അതിന് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. ഫണ്ടമെന്റലിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം ടെക്നിക്കലിലേക്ക്. അപ്പൊ അത് ചാർട്ട് നോക്കിയിട്ട് സ്മാർട്ട് മണിനെ സ്മാർട്ട് മണി ബൈ ചെയ്യുമ്പോൾ സ്മാർട്ട് മണിന്റെ കൂടെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും നമുക്ക് കാൻഡൽസുകളും ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് പഠിക്കേണ്ടത്. കാൻഡൽസുകൾ അടങ്ങുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പരാജയത്തിന്റെ പിന്നിൽ എന്താണ്? ഒന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെക്നിക്കൽ ഫണ്ടമെന്റലിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. കാരണം കാര്യകാരണങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്ത് 10 രൂപ ഉണ്ടാക്കിയിട്ടില്ല, ആരും ഉണ്ടാക്കിയിട്ട് പറ്റിയില്ല. അത് വെറുതെ ടൈം പാസിന് കേൾക്കുന്നതാണ്. അത് മനസ്സിലാക്കുക. ഒന്ന് എഴുതി വെച്ചോ. ഓക്കെ. രണ്ടാമത്തെ ടെക്നിക്കൽ പഠിക്കാത്തതുകൊണ്ട്, മൂന്നാമത്തെ പഠിച്ച ആളുകൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. ഇതാണ്. അപ്പൊ ഇതൊന്നും വലിയ ആനക്കാര്യമില്ല. പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിക്കാൻ നമുക്ക് വെറും 1 മാസം മതി. 1 മാസം. ഓക്കെ. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഗംഭീര ട്രേഡർ ആവാം. തീർച്ചയായിട്ടും അത് അതിന്റെ രീതിയിലുള്ള കണ്ടന്റുകൾ പഠിക്കണം. അല്ലാതെ 100, 150 കൊല്ലം ഗ്രൂപ്പിൽ വന്ന് പോയി ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. നല്ല കണ്ടന്റുകൾ അന്വേഷിച്ചിട്ട് 1 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഗംഭീര ഇൻവെസ്റ്ററും ട്രേഡർ ആകാൻ പറ്റും. 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ. അത് എവിടെ വെച്ചാൽ നിങ്ങൾ അന്വേഷിച്ച് പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേർക്ക് എന്താ പറയുക, ഇത്രയും ഇതൊന്നുമല്ല, ലക്ഷക്കണക്കിന് കോൾസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഡിക്സൺ ടെക്നോളജി ഒക്കെ 3500 നിന്നും 17,000 രൂപ വരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ എടുക്കാൻ പറ്റാത്തത്? ടാറ്റ പവറും 200 400 അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അത് നമ്മൾ ഇന്നലെ പറഞ്ഞ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള 1 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ എന്തിനാ ഫാസ്റ്റ് ആയിട്ട് ട്രേഡിങ്ങിലോട്ട് വരുന്നത്? പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള 1 ലക്ഷം രൂപ നമുക്കറിയാം. ജോലി ചെയ്താൽ ഒരു മാസം നമ്മുടെ ശമ്പളം എത്രയാ? 30,000. ഇനിയിപ്പോ ഗൾഫിലാണെങ്കിൽ 40,000 അല്ലെ? ചെലവൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും 30,000. ഈ 30,000 രൂപയാണോ ട്രേഡിംഗ് കിട്ടുക? ഒരിക്കലും അല്ല. കാരണം എന്താ? ഒരു സിംഗിൾ ഷോട്ടിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാ? 40,000 രൂപയൊക്കെയാണ് അല്ലെ? ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടാവും. 40, 42,000, 50,000 രൂപ എടുക്കുന്നുണ്ടാവും. അപ്പൊ അതെങ്ങനെ ഒരു ദിവസം കൊണ്ട് നടക്കൂല. പക്ഷെ നല്ല രീതിയിലുള്ള പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രീമിയം പ്രൈസ് ആക്ഷൻ സബ്ജക്ട് 1 പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റും ചെയ്യാം, ട്രേഡും ചെയ്യാം, നല്ല രീതിയിലുള്ള സ്വിംഗ് ട്രേഡും ചെയ്യാം. അപ്പൊ നിങ്ങൾ ജോലി ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്? ഒരിക്കലും അല്ല. അപ്പൊ മാർക്കറ്റിൽ സീരിയസ് ആയിട്ടുള്ള ആളുകൾ സമയം വേസ്റ്റ് ചെയ്യരുത്. കാരണം എന്താ? സമയം തിരിച്ചു കിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എവിടുന്ന് വെച്ചാൽ പഠിക്കുക. പഠിച്ചതിന് ശേഷം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, രണ്ടാമത്തെ ട്രേഡ് ചെയ്യുക. അപ്പൊ ട്രേഡ് ചെയ്യാൻ വേണ്ട ടെക്നിക്കൽ അനാലിസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നടക്കുന്നതൊക്കെ ഫണ്ടമെന്റൽ സ്മാർട്ട് മണിന്റെ ഹ്യൂജ് ബൈയിങ് സെല്ലിംഗ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരാണ് മാർക്കറ്റ് ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ 50% ട്രേഡബിൾ അല്ല. ബാക്കിയുള്ള 50%ൽ 45% സ്മാർട്ട് മണിന്റെ കയ്യിലുണ്ട്. അപ്പൊ 100 കോടി ഷെയർ ഉണ്ടെങ്കിൽ 95 കോടിയും ആരുടെ കയ്യിലുണ്ടാവുക? സ്മാർട്ട് മണിന്റെ കയ്യിലുണ്ടാവുക. അപ്പൊ അവര് വാങ്ങുമ്പോൾ മുകളിലോട്ട് പോകുന്നു, അവര് വിൽക്കുമ്പോൾ താഴോട്ട് വരുന്നു. അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിന് ഫണ്ടമെന്റൽ ന്യൂസ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല.
നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ വന്ന് മാർക്കറ്റിന്റെ ക്യാൻഡൽസുകളും പാറ്റേൺസുകളും നോക്കിക്കൊണ്ട് സ്മാർട്ട് മണിന്റെ കൂടെ ബൈ ചെയ്തുകൊണ്ട് അത് അവരിറങ്ങുമ്പോൾ അതേ സമയം ഇറങ്ങാൻ പറ്റണം. ഓക്കെ, അതിനാണ് ടെക്നിക്കൽ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചാർട്ടിന്റെ ടൂൾസുകളുണ്ട്. ക്ലിയർ അല്ലേ? അതിന്റെ മുന്നേ ബേസ് ഫോം പഠിച്ചിട്ട് വരാം. ഓക്കെ, ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരോടും എല്ലാത്തിനെയും കമ്പയർ ചെയ്യുന്നത് എന്തിനോടാ? തീർച്ചയായും ഞങ്ങൾ എപ്പോഴും പറയുന്ന കഥയാണ് ഡോക്ടർ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മലയാളികളുടെ ഏറ്റവും കൂടുതൽ ഫണ്ടമെന്റൽ 90% കേട്ടുകൊണ്ട് യൂട്യൂബിലൂടെയും അതിലൂടെയും അത് നോക്കിക്കൊണ്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പൊ അത് ബൈ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ ഇതുപോലെ പ്രൊഫഷണൽ മോഡിൽ പല ആളുകൾ എഴുതി വെച്ചിട്ട് പോയി അത് കൺവേർട്ട് ചെയ്ത് ഓരോരുത്തർ പുസ്തകങ്ങളും കോഴ്സുകളും ആക്കി. ആ കോഴ്സ് പൈസ കൊടുത്ത് പഠിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ മലയാളികൾ കാണുന്നവരൊക്കെ യൂട്യൂബ് മോണിറ്റൈസേഷനും അല്ലെങ്കിൽ കോഴ്സ് സെല്ല് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും? ഒരിക്കലുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്താഗതിയാണ് നമ്മളെ ഉൾവലിച്ച് കളയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നല്ല യുക്തിയും കഴിവുള്ള ആളുകളാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പഠിച്ചാൽ മാത്രമേ ബിസിനസ് ചെയ്യാന്ന് പറയുന്നത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് എവിടെ ലിമിറ്റഡ് ശമ്പളമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ബിസിനസ് ചെയ്താലും മാർക്കറ്റിന് അത്ര പൈസ ആരും കിട്ടില്ല. 5000 മുതൽ 5000 കോടി വരെ കിട്ടുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അത് നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മാർക്കറ്റിലുള്ള ആളുകളാണ്. അപ്പൊ മൈൻഡ് കൊണ്ട് സമ്പന്നനായാൽ തന്നെ നിങ്ങൾ സമ്പന്നനാവും. ഇങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് തിങ്സ് ഒഴിവാക്കുക. ഓക്കെ, കാണുന്നൊക്കെ കോഴ്സെല്ലറാണ്, വീഡിയോ എന്താണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ. എന്തിനു സഹോദര നമ്മളിപ്പോ മാർക്കറ്റിൽ പോകുന്നത് എന്തിനാണ്? സ്വാഭാവികമായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ നെഗറ്റീവ് മാർക്കറ്റ് നിങ്ങൾ പഠിക്കാവുന്ന മാർക്കറ്റും നമ്മൾ അതുപോലെ കാണുകയാണ്. തരം താഴ്ന്ന് ഒരു നമുക്ക് ലോസ് വരുന്നു, ഇതാണ്. അപ്പൊ നമ്മളിപ്പോഴും പോസിറ്റീവ് നടന്നു കഴിഞ്ഞാൽ നമുക്കും പോസിറ്റീവ് വൈബ് വരും, പോസിറ്റീവ് എനർജി വരും, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരും. അത് എവിടുന്ന് വെച്ചാൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾ ചെയ്യുക. പക്ഷെ നമ്മൾ എല്ലാത്തിനും അങ്ങനെ കാണരുത്. ഓക്കെ, അതൊക്കെ നമ്മുടെ മുൻകൂട്ടിയുള്ള ജഡ്ജ്മെന്റ് ആണ്. അവിടെയാണ് നമ്മൾ ഫെയിലിയർ ആവുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പൊ ഡോക്ടർ എന്ന് പറയുന്നത്, അതായത് ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ തലതൊട്ടപ്പന്മാരുണ്ടാവും. അപ്പൊ നമുക്കറിയാം മോഡേൺ മെഡിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ഞാനിത് നിങ്ങളോട് ഒരു ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരികയാണ്. തീർച്ചയായിട്ടും ഇതാണ് ഹിപ്പോക്രാറ്റ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആയിരിക്കും. അപ്പൊ എല്ലാ മേഖലകൾക്കും നമ്മൾ പറയുന്നത് ഈ ഡോക്ടർക്ക് അത്ര ശമ്പളം ഇല്ല എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഹിപ്പോക്രാറ്റ് എഴുതിയ ഓരോ പുസ്തകങ്ങളുടെയും ഇതായി തലമുറകൾ കൈമാറി അതിൽ ഡെവലപ്പായി വന്നതാണ് ഇന്നത്തെ ഡോക്ടർ, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഡോക്ടർ അല്ലെ? അതുപോലെ തന്നെ നമുക്കും ഉണ്ട് ഒരു തലതൊട്ടപ്പന്മാര്. അതായത് നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ടെക്നിക്കൽ എന്താണെന്നും അതെങ്ങനെയാണെന്നും അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അതിന്റെ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ITC കോൾ ചോദിക്കലും മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കലും. കാരണം എന്താ? ഇതിന്റെ ബേസ് പഠിക്കാൻ നമുക്ക് സമയമില്ല. ബേസിക് ഇൻഫർമേഷൻ നോട്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ പഠിച്ച് ഡൈജസ്റ്റ് ആയി പിന്നീട് വേണമെങ്കിൽ പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനും പിന്നെയും മുകളിലോട്ട് പോകണമെങ്കിൽ പ്രീമിയം അത് ഡൈജസ്റ്റ് ആയതിനു ശേഷം എലിയോട്ട് നിയോവ് തിയറി പഠിക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡോക്ടറെ പോലെ തന്നെ ഡോക്ടർ നമ്മളെന്താ പറഞ്ഞാൽ 5 വർഷം നിങ്ങൾ മാർക്കറ്റിൽ വന്നാൽ പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രണ്ടും ചെയ്യുക ഒരു മാസം കൊണ്ട്. അതിനുശേഷം നിങ്ങൾ ഡൈജസ്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ 5 വർഷമൊക്കെ ഫീൽഡിൽ നിന്നാലാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു മണിക്കൂർ കൊണ്ട് 40,000 50,000 ഒക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ നിങ്ങൾ സ്വപ്നം കാണാണ് വെറുതെ. ഒരു ഇൻവെസ്റ്റ്മെന്റും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഓഡീഷനാണെന്ന് പറഞ്ഞാൽ അത് വെറും സ്വപ്നമാണ് സഹോദരങ്ങൾ. അത് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റീവിലോട്ട് പോകേണ്ട, പോസിറ്റീവ് ആയിക്കൊണ്ട് മുമ്പോട്ട് പോകുക. ഓക്കെ, അപ്പൊ ടൈം സ്ലിപ്പ് ഒഴിവാക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ നമുക്കും ഉണ്ട്. അതായത് മാർക്കറ്റിൽ ട്രേഡിങ്ങിനും ഉണ്ട് ഒരു തലതൊട്ടപ്പൻ. അതാണ് ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. അതാണ് ചാർലീസ് ഡൗ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ചാർലീസ് ഡൗ തിയറി നിങ്ങൾ ഗൂഗിളിലൂടെയും അതിലൂടെ ഇതിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ക്യാൻഡിൽസ് നമുക്കറിയാം, എല്ലാം നമുക്കറിയാവുന്ന ക്യാൻഡിൽസ് ഉണ്ട്. നമ്മളെ സുഹൃത്തുക്കൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ട്രേഡിങ്ങിന്റെ PNL കണ്ടിട്ടാണ് ഓടി വരുന്നത്. അത് പഠിക്കണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പഠിക്കണം എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അത് വെറുതെ പറയാന്ന്. അതായത് പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ കൊടുക്കുന്ന കോൾസിന്റെ ലാംഗ്വേജ് ഭാഷ മനസ്സിലാവുകയും നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് എടുക്കുകയും ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാ? അത് വിവിധ തരത്തിൽ വിവിധ മേഖലയിൽ വിവിധ തരത്തിലാണ് പഠിപ്പിക്കുന്നത് അല്ലെ? ചില ആൾക്കാർ മറ്റേ ചക്രം കറങ്ങുന്ന ക്യാൻഡിൽ പഠിപ്പിക്കുന്നത്, ചില ആൾക്കാർ അത് അതൊന്നുമല്ല സഹോദരങ്ങളെ. നമ്മൾ പഠിച്ചത് ഒബ്സർവ് ചെയ്തിട്ട് 100% ശരിയാണെന്ന് തോന്നിയോണ്ട് അത് നമ്മൾ പഠിച്ചു. അത് പഠിച്ചുകൊണ്ടാണ് ആ റിസൾട്ട് വരുന്നത് അല്ലെ? പഠിക്കാതെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ റിസൾട്ട് വരും? ഒരിക്കലില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. എഡ്യൂക്കേഷൻ പലതരമുണ്ട്. ഇപ്പൊ ഇദ്ദേഹം എഴുതി വെച്ച് വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ തലമുറയിലുള്ള ആളുകൾ, അത് അടുത്ത നെക്സ്റ്റ് ഇതിലുള്ള ആളുകൾ എഴുതി വന്നു. അവരൊന്നും നമ്മൾ പഠിക്കണ്ട. ഞാനിത് ജസ്റ്റ് ഒരു ഫോർമേഷൻ പറഞ്ഞു തരാണ്. ഇതൊക്കെ
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എഴുതി വെച്ച് പോയ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പ്രൊഫഷണൽ മാനറിൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണം നമ്മളിപ്പോ യൂട്യൂബിലൂടെ ഇത് പഠിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾ നമ്മളെ പെന്നിയിലും മിഡിലും എന്തോ ഒരു ആക്രി കച്ചവടം പോലെ ഇതിങ്ങനെ വാങ്ങി ലോക്കാവുന്നൊരു മാർക്കറ്റ് ശരിയല്ല, ഞാൻ 30 വർഷമായി അങ്ങനെ ആ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കേൾക്കാം. അദ്ദേഹത്തിന് ട്രേഡിംഗ് പ്രോഫിറ്റ് വരാത്തത് 25 50 വർഷമായാലും സഹോദരങ്ങളെ, ടെക്നിക്കൽ പഠിച്ചില്ല ട്രേഡിംഗിൽ പ്രോഫിറ്റ് വരില്ല, ഫണ്ടമെന്റൽ വരില്ല. ഫണ്ടമെന്റൽ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുമല്ല, കാര്യങ്ങൾ പഠിക്കണം. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാ കേട്ടിട്ടും കാര്യമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഇത് എഴുതി വെച്ചോ, ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ചാർലീസ് ഡൗ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് കോട്ടുകളുണ്ട് അല്ലെ. നിങ്ങൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന സമയത്ത് ആ ആരും കോപ്പി പേസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അത് ഒരുപാട് ആളുകൾ നല്ല രീതിയിലുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അതില് എന്താ പറയാ, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കോട്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ്, നമ്മുടെ എല്ലാവരും ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു കോട്ടാണ് ഇത്. എന്താണത്? ഇത് ആരാ പറഞ്ഞിരിക്കും? ഞാൻ പറഞ്ഞതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അദ്ദേഹം വർഷങ്ങളുടെ തന്റെ എക്സ്പീരിയൻസിലാണ് അദ്ദേഹം അത് പറയാൻ കാരണം. തീർച്ചയായിട്ടും അതെന്താണത്? മാർക്കറ്റ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്നാണ്. അത് തീർച്ചയായിട്ടും ഞാൻ കൺവേർട്ട് ചെയ്യുന്നു പ്രൈസ് എന്ന് പറഞ്ഞാൽ വിലയാണ്. ആസ് എ ട്രേഡർ നമ്മളെല്ലാവരും പ്രീമിയം പ്രൈസ് ആക്ഷൻ അറിയാം, എലിയോട്ട് ന്യൂവേത്ത് അറിയാം, എന്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ എല്ലാം അറിയാം. കാരണം എന്താ, അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. മൂന്നും അവരും അറിയാം. അപ്പൊ സത്യം പറഞ്ഞാൽ അവർ പറയുന്നത് ശരിയാണ്. കാരണം എന്താ, അവർക്ക് എല്ലാം അറിയാം. പക്ഷെ അത് എങ്ങനെ, എവിടെ, എപ്പോ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. മനസ്സിലാണല്ലോ. നിങ്ങളിപ്പോ ക്യാൻഡിൽസ് വെച്ചോ, ക്യാൻഡിൽസ് ഒക്കെ അറിയാം ബ്രോ. എന്റെ പ്രശ്നം എന്താണ് മൈൻഡ് മൈൻഡ് സെറ്റ് ശരിയില്ല. കാരണം എന്താ, മണി ഇമോഷൻ. സഹോദരങ്ങളെ, നമ്മൾ എന്തിനെ കൊണ്ടായി പറയുന്നത്? നമുക്ക് ഡയറക്ഷൻ അറിയാതെ റോങ് ഡയറക്ഷനിൽ ബൈ ചെയ്തു. അതായത് മാർക്കറ്റ് അപ് ട്രെൻഡ് പോവാണ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് പോകുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് ഇത് അപ് ട്രെൻഡ് പോകുമെന്ന് പറഞ്ഞിട്ട് ബൈ ചെയ്യുന്നു. അതെന്താണ്? ടെക്നിക്കൽ അനാലിസിസ് അറിയാത്തത് കൊണ്ട് ഡയറക്ഷൻ തെറ്റിപ്പോയതാണ്. നിങ്ങളെ ധാരണ എന്താ, മുകളിലോട്ട് പോകും, ഇത് പോയത് താഴോട്ട്. അതെന്തുകൊണ്ടാ? അത് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ട്, തെറ്റി ബൈ ചെയ്തുകൊണ്ട് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരികയാണ്. അത് എനക്കും വരാറുണ്ട്. അതിന് നിങ്ങൾ വേറെ രീതിയിൽ കാണുന്നത്, അതായത് ഞാൻ എന്താണ് പിന്നെ സ്പ്രെഡ്, അതായത് സ്റ്റോക്കുകളിൽ ഈക്വൽ ആയിട്ട് ഇട്ടില്ല, അല്ലെങ്കിൽ വേറെന്താണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഓവർ ട്രേഡിങ്, എന്തൊക്കെയോ പറയുകയാണ് സഹോദരൻ. അങ്ങനെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഇത് നല്ലോണം പറഞ്ഞു തരാണ്. എന്റെ പൊന്നു സഹോദര, എനിക്കിപ്പോ ടെക്നിക്കൽ അറിയില്ല, ഞാൻ മുകളിലോട്ട് താഴോട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് പോയി ബൈ ചെയ്തിട്ട് താഴെ പോയി ലോസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. ഇതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് 90%. അതിനാണ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത്. കാരണം എന്താ, അവിടെ ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്, പ്രീമിയം പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഇത് അതായത് ഇതിന്റെയൊക്കെ ഗ്രാൻഡ് ഫാദർ ആണ്. ഇത് ഫാദർ ഓഫ് പ്രൈസ് ആക്ഷൻ, അതായത് ക്യാൻഡൽസുകൾ ഉണ്ട് അവിടെ. എല്ലാ ക്യാൻഡൽസും വർക്കബിൾ ആണോ? ഒരിക്കലും അല്ല. അവിടെ പ്രീമിയം 28 ക്യാൻഡൽസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് ചാർലീസ് ഡൗ തിയറി എന്ന് പറയുന്ന ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പഠിക്കാനുണ്ട് സഹോദരങ്ങൾ. ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. മാർക്കറ്റിൽ വന്ന് പൈസ ഉണ്ടാക്കി പോകാന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ ഡോക്ടറെ കൊണ്ട് പറഞ്ഞ അതേ മെനക്കേടുള്ള പണിയാണ്. ഇത്രയൊന്നും നിങ്ങൾ പഠിക്കണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു 10-15,000 രൂപ കൊടുത്ത് നല്ല കണ്ടന്റുകൾ കേരളത്തിൽ നിന്ന് എവിടുന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു സംശയവും വേണ്ട. പ്രീമിയം കണ്ടന്റ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പൊ ആ പൈസ മേടിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അല്ലെങ്കിൽ കാണുന്നത്, അതൊക്കെ തെറ്റാ. കാരണം നമ്മൾ ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. അപ്പൊ സ്റ്റോക്ക് ബൈ ചെയ്യാൻ നമ്മൾ പൈസ കൊടുക്കണ്ടേ? ബ്രോക്കർക്ക് പൈസ കൊടുക്കണ്ടേ അല്ലെ? അപ്പം തീർച്ചയായിട്ടും ഇത് റോങ് സൈഡിൽ ബൈ ചെയ്ത് വെച്ചിട്ട് നഷ്ടത്തിന് 5,000-10,000 അത് നഷ്ടം വേറെ, ബ്രോക്കറെ പൈസ വേറെ കൊടുക്കണോ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആണോ? ഒരിക്കലും അല്ല. അപ്പൊ നിങ്ങൾ തരുന്ന ഫ്രീ എന്ന് പറഞ്ഞിട്ട് വിഷം തരുന്ന കുറെ ടീമുണ്ട്. ഏത് ഓഹരി വിപണി ഗ്രൂപ്പിലൊക്കെ ഈ വരവരച്ചുകൊണ്ട് ബിയോ പാറ്റേൺ ബ്രേക്ക് ഔട്ട്, അതിന്റെ ടാർഗറ്റ് പറയില്ല. ഇപ്പൊ നിഫ്റ്റി ക്രാഷ് ആയി കഴിഞ്ഞാൽ അതിന്റെ കാരണം ചോദിച്ചാൽ അതറിയില്ല. ഓക്കെ. ഫണ്ടമെന്റലാണ് അവർ ട്രേഡ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ടാർഗറ്റ് പറയില്ല. അങ്ങനെ അത് ഫ്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടി നിങ്ങൾക്ക് എന്ത് കാര്യമാണ് സൗകര്യങ്ങള്? അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉപകാരത്തിന്. അപ്പൊ നമ്മൾ സ്വാഭാവികം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും അപ്പൊ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ വരുന്നത് എന്തിനാണ്? ട്രേഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പഠിച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ എല്ലാവരും ഭൂമിയിൽ ഫ്രോഡാന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുക? അല്ലെ ബേസിക് ഇൻഫർമേഷൻ പഠിക്കാനുള്ള സമയം ചെലവാക്കാൻ പറ്റാണ്ട് ഇതെങ്ങനെ മനസ്സിലാവുക? സ്വാഭാവികമായിട്ടും അതൊക്കെ നെഗറ്റീവ് ചിന്ത, അത് ഒഴിവാക്കുക. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മള് അധ്വാനിച്ച പൈസ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണ് ഭയങ്കര കെയർഫുൾ ആകുന്നത്. നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷന് 1500 വട്ടം അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യും. ഒരു 100 വർഷത്തോളം നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യും. ഇയാൾ ശരിയാണ്, നല്ല കാര്യം തരാം, അത് തെറ്റല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട എവിടെയാ? മാർക്കറ്റില്ല. കാരണം എന്താ, മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ വലിയ പണത്തിന്റെ കടല്. അവിടെ വലിയ സ്രാവുകളാണ് സ്മാർട്ട് മണി എന്ന് പറയുന്നത്. നിങ്ങൾ 5 ലക്ഷമൊക്കെ അവരെ പൊടിയാണ് അല്ലെ. നമ്മൾ കൊണ്ടുപോകുന്ന 5 ലക്ഷം 10 ലക്ഷം പൊടിയാണ്. അവര് വലിച്ചോണ്ട് പോകും.
അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം റെക്കമെൻഡേഷൻ കിട്ടിയ ഫേസ്ബുക്കിലൂടെ കിട്ടിയ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് ബൈ ചെയ്ത് അവിടെ വെക്കുന്നു. ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിന് 25,000 50,000. എന്നിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഭൂമി മുഴുവൻ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയും ഞാൻ ഫണ്ടമെന്റൽ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിസൾട്ട് ഓഫ് പറഞ്ഞു തന്നാണ്. അപ്പൊ അവിടെ സ്മാർട്ട് മണി വിൽക്കാൻ തുടങ്ങും. ഏത് റിസൾട്ട് നല്ല വന്നാൽ സ്മാർട്ട് മണി വിൽക്കുക. അതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ്. മാർക്കറ്റ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നടക്കുന്ന എല്ലാ ഫണ്ടമെന്റലും എല്ലാ സ്മാർട്ട് മണിയുടെ ഇമോഷൻസ്, സ്മാർട്ട് മണിയുടെ ബയ്യിങ്ങും സെല്ലിങ്ങും, ബില്യൺ കണക്കിന് രൂപയുടെ ബയ്യിങ്ങും സെല്ലിങ്ങും നടക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ ആ ഫണ്ടമെന്റൽ നമ്മുടെ ന്യൂസ്, റിസൾട്ട് എല്ലാത്തിനെയും ഫണ്ടമെന്റൽ എന്നാ പറയാ. അപ്പോൾ അവര് ബൈ ചെയ്യുന്നൊക്കെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ പ്രൈസ് കിട്ടിയത്. ഇന്ന് 300 പോയിന്റ് നിഫ്റ്റി ഇറങ്ങിയല്ലോ. അപ്പൊ നിഫ്റ്റി ഇറങ്ങി എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ നോക്കുക? നിഫ്റ്റിയുടെ ഫണ്ടമെന്റൽ ആണ് നോക്കുക. നിഫ്റ്റിക്ക് ഫണ്ടമെന്റൽ ഇല്ലല്ലോ. അപ്പോ നമ്മൾ എവിടെയാ നോക്കുക? ചാർട്ടിലാണ് നോക്കുക അല്ലെ? അപ്പോ ഇന്ന് ഈ സംഭവിച്ചിരിക്കുന്ന ഡൗൺ മൂവ്മെന്റ് അതിന്റെ ബാക്കിൽ 1500 ന്യൂസ് ഉണ്ടാവും അല്ലെ? ഈ ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് അവനൊക്കെ അറിയാൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പൊ യുക്തിപരമായി ചിന്തിക്കുന്ന സഹോദരങ്ങളെ. അപ്പൊ ഇന്ന് ഈ വന്ന ഡൗൺ ട്രെൻഡ് ഇതിന്റെ ബാക്കിൽ 1500 ന്യൂസ്, അതൊന്നും നമ്മൾ അറിയണ്ട. ആസ് എ ട്രേഡർ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ബെയറിഷ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ സി ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ക്യാൻഡൽസിന്റെ അല്ല, ഈ ആ ന്യൂസിനെ ഇവിടെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന പ്രൈസ്. അത് രാവിലെ കണ്ട പ്രൈസ് അത് താഴോട്ട് പോകുന്ന ക്യാൻഡൽസ് ആണ് ഡയറക്ഷൻ കാണിച്ചാൽ ഷോർട്ട് സെൽ ചെയ്യുക, പൈസ ഉണ്ടാക്കുക, പോവുക. ഇതാണ് ട്രേഡർ. ഇതിപ്പോ സ്റ്റോക്കാണ് അല്ലെങ്കിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, സ്റ്റോക്ക് മുകളിലോട്ടാ പോകുന്നതെങ്കിൽ സ്മാർട്ട് മണി എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുന്നത് ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ടല്ല, അത് ചാർട്ട് നോക്കിക്കൊണ്ടാണ് മനസ്സിലാക്കുക. അപ്പൊ ഇത് ചാർട്ടിൽ ഇങ്ങനെ ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് മുകളിലോട്ട് പോകുന്ന അറിയുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്നത് ഫണ്ടമെന്റൽ ആണ്, 100% ഗ്യാരണ്ടിയാണ്. പക്ഷെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക അതിന്റെ പിന്നിൽ പോയിട്ട് കാര്യമില്ല, അത് ചാർട്ട് നോക്കണം. അതാണ് ചാർലീസ് ഡവ് പറയുന്നത്. അവിടെ നടന്ന ഫണ്ടമെന്റൽ കാരണത്തെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. TCS. ഓക്കെ, TCS എടുക്കാം നമുക്ക് സ്റ്റോക്ക്. ഇത് മനസ്സിലായി വളരെ സിമ്പിൾ ആയിട്ട്. എനിക്ക് ഇത്ര വലിയ രീതിയിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറിയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി. ഇത് ആന കയറിയ കാര്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. പക്ഷെ ഇത് പഠിക്കണം. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. മറ്റൊക്കെ വളരെ തുച്ഛമായ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാൻഡിൽസ് അറിയാം, ഒന്നും അറിയില്ല സഹോദരങ്ങളെ. വില നിങ്ങൾ അറിയാന്ന് പറഞ്ഞ് വരുന്ന വില യൂട്യൂബിൽ നിന്ന് മേടിച്ച വിലയല്ല. പ്രീമിയം ക്യാൻഡിൽസുകൾ, അത് വന്ന അച്ചിട്ട പോലെ പോകും. അതേ ട്രേഡിങ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അത് അറിയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വരുത്തുന്നുണ്ട്. അതല്ല. അപ്പൊ TCS എന്ന് പറയുന്ന സ്റ്റോക്ക്, ഓക്കെ, ഇപ്പൊ നിൽക്കുന്ന ഞാൻ ഇവിടെ ഒരു കണക്ക് പറയാന്നേ. പ്രൈസ് ഇന്നത്തെ ഒന്നും നോക്കണ്ട. നമ്മൾ 3000 എടുത്തു. ഓക്കെ, TCS 3000 നിന്ന് 3500 പോകുമ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കോടിക്കണക്കിന് സ്റ്റോക്കുകൾ സ്മാർട്ട് മണി ബൈ ചെയ്യാണ് അല്ലെ? സ്മാർട്ട് മണി ബൈ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഫണ്ടമെന്റൽ ആസ് എ ട്രേഡർ എനിക്ക് എന്ത് കാര്യമുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കാര്യകാരണങ്ങൾ എന്താണ്? ന്യൂസ് പോസിറ്റീവ് റിസൾട്ട് ആണോ, ഇനി അവിടുത്തെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണോ, പുതിയ ഓർഡർ കിട്ടിയോ, അതൊന്നും നമുക്കറിയേണ്ട ട്രേഡർ എന്ന നിലയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം TCSൽ അതായത് ഈ വന്നിരിക്കുന്ന 3000 മുകളിലോട്ട്, അപ്പൊ ഈ ന്യൂസിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രൈസ് 3000 ഇവിടെ കാണുന്നതും 3000 3500 എത്തിയത്. എന്താണ്? അവിടെ നടന്ന ഫണ്ടമെന്റൽ ഗുഡ് ന്യൂസിനെ റിസൾട്ട് ചെയ്യുന്നതാണ് ഈ 3500 രൂപ അല്ലെ? ഇപ്പൊ ലൈവ് കാണുന്ന ഇന്ന് 3500 ആണെങ്കിൽ 3500 രൂപ. അപ്പൊ ഇനി അവിടെ താഴോട്ട് വരികയാണെങ്കിലോ, 3500 3000ലേക്ക് വരികയാണെങ്കിലോ, ഈ ഇവിടെ നടക്കുന്ന എന്തോ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സ്മാർട്ട് മണി സെല്ലിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ന്യൂസിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് 3500 നിന്നും 3000ലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചിട്ട് ട്രേഡേഴ്സിന് ലാഭം കിട്ടില്ല, എന്റെ കീശയിൽ പൈസ പോകില്ല. അതിനെന്ത് ചെയ്യണം? അതിന് ഞാൻ എന്ത് ചെയ്യണം? ഫണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നോക്കുക. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, പച്ച ചുവപ്പ് നോക്കണ്ട, ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, പ്രീമിയം ക്യാൻഡിൽസ് കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സെല്ല്. ഓക്കെ, ഇവിടെ ഇപ്പം ഒന്നാമതെന്ന് പറഞ്ഞാൽ ബിയറിഷ് ക്യാൻഡിൽ പഠിക്കാത്ത സുഹൃത്തുക്കളാണ് ഓരോ ഗ്രൂപ്പിലുള്ള. അവർക്ക് ബിഒ പാറ്റേണിൽ ബൈ മാത്രമേ ചെയ്യാനല്ലോ, ടാർഗറ്റ് സെല്ല് ചെയ്യാനറിയില്ല. അതാണ് 500 രൂപക്ക് 1000 മേടിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡ് 2500 എക്സിറ്റ് ആവാൻ പറഞ്ഞിട്ട് ആയില്ല. ഇപ്പൊ നേരെ 1300 വന്നിട്ട് ഇപ്പൊ ചോദിക്കുന്ന എക്സിറ്റ് ആവട്ടെ, എന്താ ചെയ്യുക? അപ്പൊ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ കൂടും. അതിനൊക്കെ ടാർഗറ്റ് ഒക്കെ പഠിക്കാം, അതിന്റെ വിഷയം പഠിക്കാം. അപ്പൊ ഇവിടെ സംഭവം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, നമ്മളിപ്പോ ഇവിടെ കാണുന്ന പ്രൈസ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ TCSന്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്നത്തെ ബാഡ് ന്യൂസിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് വന്നത് അല്ലെ? ഇവിടെ ഓൾറെഡി അതിന്റെ ബാക്കിലുള്ള ന്യൂസ് നമ്മൾ അറിയണ്ട. ഇവിടെ എന്തോ ബാഡ് ന്യൂസ് നടന്നുള്ള നമുക്ക് ക്യാൻഡൽസ്, റെഡും ഗ്രീനും ക്യാൻഡൽസ് അല്ല. ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഗുഡ് ന്യൂസ് നടന്നു, ബാരിഷ് ക്യാൻഡിൽ വന്നാൽ ബാഡ് ന്യൂസ് നടന്നു. അത്രേ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അല്ലാണ്ട് നമ്മളവിടെ ഫ്ലൈറ്റ് പിടിച്ചു പോയിട്ട് അന്വേഷിച്ചിട്ട് കാൽക്കുലേറ്റർ വന്ന് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഫണ്ടമെന്റൽ ട്രേഡേഴ്സ് സ്വഭാവം ചെയ്യുന്നത്. അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എല്ലാവർക്കും ഓരോരുത്തരുടെ ചോയ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ ഇത് ആഗ്രഹിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്.
അപ്പൊ നമ്മൾ അങ്ങനെ ഫണ്ടമെന്റൽ ട്രേഡിംഗിൽ ഫണ്ടമെന്റൽ കാർഡ് കയറേണ്ട, അത് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള പ്രൈസ് ആണ് നമുക്ക് ഇപ്പൊ ലൈവായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ലൈവ് മാർക്കറ്റിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബൈ ചെയ്യാം, താഴോട്ട് വരികയാണെങ്കിൽ സെല് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഫണ്ടമെന്റൽ അതോടുകൂടി അവിടെ കഴിഞ്ഞു. ഇനി അത് നോട്ട് എഴുതി വെച്ചോ, മറന്നു പോണ്ട. ഓക്കെ, നോട്ട് എഴുതി വെക്കുക. ഫണ്ടമെന്റൽ അവിടെ കഴിഞ്ഞു. ഫണ്ടമെന്റൽ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നതെന്നും സ്മാർട്ട് മണി ബൈ ചെയ്യുമ്പോൾ ആ ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട്, അതായത് ആ ന്യൂസിന്റെ കാര്യകാരണങ്ങൾ ഫണ്ടമെന്റൽ നോക്കണ്ട, ആ ഡിസ്കൗണ്ടിലുള്ള പ്രൈസ് വരുന്ന സമയത്ത് ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ബൈ ചെയ്യുക, ഇവിടെ എക്സിറ്റ് ടാർഗറ്റിലേക്ക് സെല്ല് ചെയ്യുക, ഇവിടെ സെല്ല് ചെയ്യുക, ഇവിടെ സെല്ല് ചെയ്യുക, ടാർഗറ്റിൽ എക്സിറ്റ് ആവുക. അതവിടെ ക്ലിയർ ആയല്ലോ? അതാണ് നമ്പർ 1 കൂട്ട്. അതിൽ ഒരുപാട് കൂട്ടുണ്ട്, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ട്രേഡിട്ട് കാര്യമില്ല. നമ്മൾ ക്യാൻഡൽസ് യൂട്യൂബിൽ നിന്ന് പഠിച്ച ക്യാൻഡൽസ് പോലെ, അല്ലെങ്കിൽ ഗൂഗിൾ പഠിച്ച ക്യാൻഡൽസ് പോലെ ആയിപ്പോ. മറ്റുള്ള കണ്ടന്റുകൾ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, മാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡിഗ്രി, അതൊക്കെ നല്ല നല്ല കണ്ടന്റുകളാണ്. അതൊക്കെ അന്വേഷിച്ച് പഠിക്കുക. ഓക്കെ, അതെവിടെന്ന് വെച്ചാൽ പഠിക്കുക. ഞാൻ പറഞ്ഞത് ബേസ് ഫോമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് അത് ഒന്ന് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ നമുക്ക് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഉദാഹരണം നമ്മൾ അത് പഠിച്ചു. ഇനി ഓക്കെ, ഇനി വരുന്ന എന്താണ്? ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയറക്ഷൻ ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഡയറക്ഷനിൽ ഇവിടെ നമുക്ക്, അതായത് വില സ്മാർട്ട് മണി ബൈ ചെയ്യുമ്പോൾ ആരാ നമുക്ക് കാണിച്ചില്ല? സ്മാർട്ട് മണിയിൽ നിന്ന് കോടാനകോടി രൂപയുടെ സ്റ്റോക്കുകളാണ് ബൈ ചെയ്യുക, അല്ലെ? നമ്മളിപ്പോ 5000 10 ലക്ഷം കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്യാൻഡൽ ഫോർമേഷൻ ഉണ്ടാവില്ല. ക്യാൻഡൽ ഫോർമേഷൻ വേണമെങ്കിൽ 300 രൂപ അല്ലെങ്കിൽ 100 രൂപ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എത്രയോ കോടി ഷെയറുകളാണ് അതിന്റെ പിന്നിൽ വിറ്റിട്ടുണ്ടാവും, അല്ലെ? അത് കാണിച്ചു തരുന്ന ആരാണ്? അത് കാണിച്ചു തരുന്നതാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്, അതായത് ഫാദർ ഓഫ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്? ക്യാൻഡൽസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ക്യാൻഡൽസിൽ തന്നെ ഒത്തിരി ക്യാൻഡൽസുകൾ ഉണ്ട്, അല്ലെ? അത് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ക്യാൻഡൽസ് ആണ് നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ വര വരച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ട്രേഡ് ചെയ്യാൻ പാടില്ല, വര വരച്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല. വര എന്ന് പറയുന്നത് അത് ചാനലിംഗ് ആണ്. അത് എലിയോട്ട് ന്യൂ വേവ് തിയറിയിൽ വരുന്ന, അതായത് രണ്ടാമത്തെ ഡിഗ്രിയിൽ വരുന്ന വിഷയമാണ്. അത് 100ൽ ഒരു വിഷയമാണ്. അത് മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഇത് ഇൻഫർമേഷൻ ആണ്, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഈ ക്യാൻഡൽസ് എന്ന് പറയുന്നത് പ്രീമിയം ക്യാൻഡൽസ് ആണ് വരിക. അപ്പൊ ഒരു ക്യാൻഡൽസിന്റെ മുകളിൽ നടക്കുന്ന ട്രേഡാണ് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നു? ഒരു ക്യാൻഡൽ ഫോർമേഷന് ഇവിടെ നമ്മളിപ്പോ കാണുന്ന എന്താണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കില് സ്മാർട്ട് മണി ബൈ ചെയ്തപ്പോ ബൈജിങ് വോളിയം എത്രയാണ്? 2 മില്യൺ ആണ്, അല്ലെ? ഇത് എത്ര? ഒരു ദിവസത്തെ ഒരു ക്യാൻഡിലാണ്. ഒരു ദിവസത്തെ ഒരു ക്യാൻഡിൽ. ഓക്കെ, ആ ഒരു ദിവസത്തെ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഈ പ്രൈസിന്, ഈ വോളിയത്തിൽ, അതായത് 20 ലക്ഷം ഇൻറ്റു 2100, 420 കോടി രൂപയാണ് ഒരു ക്യാൻഡൽസിന്റെ മുകളിൽ. അപ്പൊ ഇത് അറിയാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത്. പ്രീമിയം ഹെഡ്ജ് ഗ്രൂപ്പാണ് നമ്മുടെ മെയിൻ ബിസിനസ്. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ് പാർട്ടിലല്ല ചെയ്യുന്നത്. അതൊരു 10 പേരുണ്ടെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളി ചെയ്തു പോവാ. പക്ഷെ എന്റെ പൊന്നു സഹോദരങ്ങളെ, 2 ലക്ഷം ഗ്രൂപ്പുള്ള ആളുകൾക്ക് ഇത്രയും ഫ്രീ കോൾസ് വയറ് നിറച്ച് ഇട്ടൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. 3 ഇരട്ടിയാണ് അതിന്റെ ഇട്ട്, അല്ലെ? അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഗഡ്സ്, അതായത് ധൈര്യം വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അധ്വാനിച്ച പൈസയാണ്. 18ഉം 20ഉം മണിക്കൂർ അധ്വാനിച്ച പൈസ. എന്നാണ് നിങ്ങൾക്ക് ലോകം മുഴുവനുള്ള പൈസ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്, കഠിനമായ ആഗ്രഹമുണ്ട്. 10ഉം 20 ലക്ഷം ക്യാപിറ്റൽ ഉണ്ട്. പക്ഷെ എന്താണ്? നിങ്ങൾക്ക് ഒരു മണിക്കൂർ ചെലവാക്കാൻ പറ്റില്ല ഒരു വീഡിയോ കാണാൻ, അല്ലെങ്കിൽ ഒരു 3500 പുസ്തകം മേടിക്കാൻ പറ്റില്ല. ഈ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ട്രേഡ് ചെയ്യാതെ പോവുക, നിങ്ങൾ മരണപ്പെടും. അതായത് നിങ്ങളുടെ പൈസ മൊത്തം നശിച്ചു പോകും. കാരണം എന്താ? ഇത് എന്റെ മൈൻഡ് സെറ്റ് ആയിരുന്നു, നശിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അതായത് മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകും. അപ്പൊ മറ്റുള്ള സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എവിടെങ്കിലും പോയി പഠിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ്? ഇത് വളരെ ഡെഡിക്കേഷൻ ആയിട്ട്. കാരണം ഞാൻ തന്ന കോൾസിൽ ഒരൊറ്റ ഒരു കോഴ്സ് ഒരാൾക്ക് പോലും എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പൊന്നു സഹോദര, ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഹെഡ്ജ് ഗ്രൂപ്പ് നടത്തുന്നത്? എന്റെ കയ്യിൽ ഇത്രക്കാരും ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ എന്റെ കയ്യിൽ 10 കോടി ഉണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ആണ്. ഇപ്പൊ അദാനിന്റെ അടുത്ത് പോയാൽ അദ്ദേഹത്തിന് അതിന്റേതായ റേഞ്ച് സ്കെയിലുള്ള ബിസിനസ് ഉണ്ട്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ 5 ലക്ഷം കോടിയാണെങ്കിൽ അതും ലിമിറ്റഡ് ആണ്. അതിന്റെ മുകളിലുള്ള ആളുകൾക്ക് ലിമിറ്റഡ് ആണ്. അപ്പൊ പട്ടം ഉണ്ടെങ്കിലേ പറത്താൻ പറ്റൂ. അപ്പൊ കാറ്റ് വരുന്ന സമയത്ത് പട്ടം പറക്കും, അല്ലെ? അല്ല, സോറി, ഈ പട്ടം പറത്തേണ്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിലേ ട്രേഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ അനാവശ്യ സമയങ്ങളിൽ, ട്രെൻഡ് ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോയിട്ട് ടെക്നിക്കൽ അറിയാതെ ട്രേഡ് ചെയ്ത് കറക്ഷനിൽ കുടുങ്ങിയിട്ട് പൈസ ലോസ് ആകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ആ ഓഹരി വിപണി ഗ്രൂപ്പിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പൈസ ട്രെൻഡിലേക്ക് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ നല്ല കറക്ഷൻ കഴിഞ്ഞ്, ഇപ്പൊ 6 മാസം കറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് ബ്രേക്ക്ഔട്ടിൽ വരുമ്പോൾ വെച്ചു കൊടുക്കുക. അതാണ് ട്രേഡിങ്. അപ്പൊ അന്ന് ഞാൻ നിങ്ങൾക്ക് എത്രയോ കോളുകൾ, എത്ര കോളുകളാണ്. അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റാതെ ടെക്നിക്കൽ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരുന്ന സുഹൃത്തുക്കൾ, അതേ സുഹൃത്തുക്കളാണ് വരുന്നത്. ഇത് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് പഠിച്ചിട്ട് വരുന്നത്? അവർ ഫണ്ടമെന്റൽ വെച്ചുകൊണ്ടും ടെക്നിക്കലിലെ ക്യാൻഡൽസ്, യൂട്യൂബ് കണ്ട ഹാമറും തേങ്ങയും മാങ്ങയും, അതുപോലെ തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ എന്താണ്? അതെങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ ലോസ് വരുന്നത്. ലോസ് വരുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ യൂട്യൂബ് കാണുന്ന ഫേസ്ബുക്കിലേക്ക് വരും, വാട്സാപ്പിലേക്ക് വരുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ചെയ്യണം എന്ന് പറയുന്നത്, ടെക്നിക്കൽ പഠിക്കണം എന്ന് പറയുന്നത് എക്സിറ്റ് ആയിട്ട് പോകും. ഒരു വീഡിയോ കാണാൻ സമയം അവർക്കില്ല.
എന്റെ പൊന്നു സഹോദര, ഇത് അറിയെങ്കിൽ നിങ്ങൾക്ക് ലോസ് വരൂല്ല. അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷൻ അറിയുന്ന ഒരാൾക്ക് ₹1 ലോസ് വരില്ല സുഹൃത്തെ. കാരണം എന്താ, ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രീമിയം ക്യാൻഡിൽസുകൾ 28 സിംഗിളും ഡബിളും 3 to 4 എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കറക്റ്റ് എൻട്രി ചെയ്യാൻ മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാ ക്യാൻഡിൽസിനും വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. വെറും ക്യാൻഡിൽസിന്റെ മുകളിൽ ടാർഗറ്റ് ട്രേഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഗംഭീര ട്രേഡ് ആവും. അപ്പൊ ടാർഗറ്റിൽ എക്സിറ്റ് ആവുക. ബെയറിഷ് ക്യാൻഡിൽ പഠിക്കുന്നുണ്ട്, ബുള്ളിഷ് ക്യാൻഡിൽ പഠിക്കും, നിങ്ങൾക്ക് അങ്ങനെ ലോസ് വരും, ഒരിക്കലും വരില്ല. അപ്പൊ ഇത് സംഭവം എന്താ വെച്ചാല്, നമ്മൾ ഈ യൂട്യൂബിലൂടെ ബുക്കിലൂടെ പഠിക്കുന്ന ക്യാൻഡിൽസ്, എല്ലാ പ്രീമിയം ക്യാൻഡിൽസ് അത് വർക്ക് ആവുന്നില്ല. അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അതിന്റെ ടാർഗറ്റ് അറിയില്ല, അതിന്റെ പേരറിയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ദയവേറ്റ് അങ്ങനെ കണ്ട മൈൻഡ് സെറ്റ് കൊണ്ടു നടക്കാതിരിക്കുക. ഇതൊരു സുപ്രീം ബിസിനസ് ആണ് ലോകത്തിൽ. ആ റെസ്പെക്ട് കാണുക. ഓക്കെ, പൈസയിലെ പഠിക്കേണ്ട ട്രേഡും ചെയ്യണം, പക്ഷെ നിങ്ങൾ ആ റെസ്പെക്ട് കാണുക. ഇനി ഉണ്ടെങ്കിൽ 10 ലക്ഷം 15 ലക്ഷം ഇവിടെ വെച്ചുകൊണ്ട് നരയിക്കുന്ന ടീമുണ്ട്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ നരകുമ്പോൾ സഹോദരൻ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെറുതായുണ്ട്. കാരണം എന്താ, ഒരു 3500 പുസ്തകം മേടിക്കാൻ പറ്റില്ല, നിങ്ങൾ 15 അല്ല 50 കോടി വെച്ചിട്ട് എന്ത് കാര്യം, പൈസ ചെലവാക്കാനുള്ളല്ലേ. അപ്പൊ എഡ്യൂക്കേഷൻ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാവശ്യം നിങ്ങൾ ആ പുസ്തകത്തിലൂടെ പഠിച്ച കാര്യങ്ങൾ ലൈഫ് ലോങ് അറിവുമായി, പിന്നെ ആ 10 ലക്ഷം വെച്ചുകൊണ്ട് 20-25 ലക്ഷം ഉണ്ടാക്കുക. അതാണ് യുക്തി. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതിങ്ങനെ ഇമോഷൻസ് ഉള്ള ആളുകൾക്ക് ടിപ്സ് ആയിട്ട് പറഞ്ഞു തരാണ്, ഒരിക്കലും വേറെ ഇന്റൻഷൻ എടുക്കരുത്. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. നമ്മൾ എന്ത് നോക്കുന്നത്, ഇനി നോക്കുന്നത് എന്താണ്, സ്മാർട്ട് മണി. ഇവരാണ് സ്മാർട്ട് മണി എന്ന് പറയുന്നതാണ് മാർക്കറ്റ് ഭരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ക്യാൻഡിൽസിനും നമ്മൾ പറയപ്പെടുന്നത് 430 കോടി രൂപയാണ് ഒരു ക്യാൻഡിൽസിന് നമ്മൾ പറയുന്നത്. ഈ ക്യാൻഡിൽസ് നിങ്ങൾ ഒരാളും മൈൻഡ് ചെയ്യാത്ത ആള് സുഹൃത്തുക്കളാണ്. അതിനെക്കുറിച്ച് അറിയില്ല. കുറെ ആൾ അറിയാന്ന് പറയും, മറ്റേ യൂട്യൂബിലൂടെ പഠിച്ചത്. കുറെ ആളുകൾ വരച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സഹോദര, ക്യാൻഡിൽസ് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എലിയോട്ട് ന്യൂ വേവ് തിയറിയും പ്രൈസ് കൺവേർജന്റ് പോലുള്ള മാസ്റ്റർ ഡിഗ്രികൾ അറിഞ്ഞിട്ടും കാര്യമില്ല. ഇതറിയില്ലേ, വൻ പരാജയമാണ്. ഓക്കെ, ഇത് ബുള്ളിഷ് ക്യാനലാണ്, ഇത് ബെയറിഷ് ക്യാനലാണ്. ഇതിന് പ്രീമിയം ക്യാനൽസ് ഉണ്ട്, അതിന്റെ മുകളിൽ കൺഫർമേഷൻ ക്യാനൽ വരുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. കൺഫർമേഷൻ ബെയറിഷ് ക്യാനൽ വരുമ്പോഴാണ് നമ്മൾ സെല് ചെയ്യുന്നത് ടാർഗറ്റിൽ. ഓക്കെ, എല്ലാത്തിനും ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, ഇനി സ്മാർട്ട് മണിനെ കുറിച്ച് പഠിച്ചാൽ ഇതാണ് സ്മാർട്ട് മണി. ഇവർ ചെയ്യുന്ന ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം കോടികളുടെ ഡീലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയി. ഇവിടെ ഒരു ക്യാൻഡലാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെ എല്ലാ ക്യാൻഡൽസിലും എത്ര ലക്ഷം ഷെയർ, കോടി രൂപയുടെ ഷെയർ ആണ് ബൈ ചെയ്തത്. അപ്പൊ ദയവേറ്റ് ടെക്നിക്കൽ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് കാണാതിരിക്കാൻ, വളരെ പവർഫുൾ ആണ്. അത് സിമ്പിൾ ആയിട്ട് കാണുന്നതുകൊണ്ടും ഫണ്ടമെന്റലിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ 90% തോറ്റു പോകുന്നതെന്ന് എഴുതി നോട്ട് വെച്ചോ, നോട്ട് ബുക്കിൽ എഴുതി വെച്ചോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതാണ് തീർച്ചയായിട്ടും പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചാർട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ, പ്രൈസിനെ ബൈയിങ്ങും സെല്ലിങ്ങിലും എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക, ടെക്നിക്കലിലൂടെ. അതിനാണ് ഉപയോഗിക്കുന്നത്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ചാർട്ട് എഡ്യൂക്കേഷൻ ആണ്. അതിന് ഉപയോഗിക്കുന്നതാണ് ക്യാൻഡൽസുകളുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്പർ 1 ക്യാൻഡൽസ്. ക്യാൻഡൽസ് അറിയാതെ വേറെ ഒന്നും പഠിച്ചിട്ടും കാര്യമില്ല. രണ്ടാമത്തേതാണ് ഞാൻ നിങ്ങളോട് ഒരു ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ഇമ്പൽസും 3 കറക്ഷനും അല്ലേ. ഇതാണ് എലിയോട്ട് ന്യൂ വേവ് തിയറി. അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷൻ നിങ്ങൾ എവിടുന്ന് പഠിക്കുന്നുണ്ടെങ്കിലും പ്രീമിയം പ്രൈസ് ആക്ഷൻ, ഓർഡിനറി അല്ല പ്രീമിയം. അത് പഠിക്കുന്ന, അതാ പറഞ്ഞത്, നമ്മൾ പഠിക്കുന്ന രീതി തെറ്റിയ പ്രശ്നമാണ്, പഠിപ്പിക്കുന്ന രീതി തെറ്റിയ പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നല്ല കണ്ടന്റുകൾ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പഠിക്കുക. ഓക്കെ, അതാ ഒബ്സർവ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഈ 5 ഇമ്പൾസ് 3 കറക്ഷനിലാണ് നമ്മുടെ ഈ ക്യാൻഡൽസുകളും പാറ്റേൺസുകളും പ്രൈസ് ഗ്യാപ്പ്, ഫിബിനാശി, ഇൻഡിക്കേറ്റേഴ്സ്, എല്ലാ സംഗതികളും വരുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടോട്ടൽ ഈ പേജിൽ കാണുന്ന, അതായത് ഇവിടെ വരെ എന്താ, ഇവിടാണ് ചാർലീസ് ഡൗത്തിയറിന്റെ കംപ്ലീറ്റ് കോട്ട് വരുന്നത്. കംപ്ലീറ്റ് സ്മാർട്ട് മണിന്റെ അതായത് സ്മാർട്ട് മണിന്റെ ഫണ്ടമെന്റൽ ന്യൂസ് റിസൾട്ട് ഡിസ്കൗണ്ട്, അതായത് അത് കിഴിച്ചിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് ലൈവ് ചാർട്ട് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോ അത് ക്യാൻഡൽസ് അനുസരിച്ചിട്ടാണ് അതിന്റെ ഡയറക്ഷൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ബൈ ചെയ്യണോ സെല് ചെയ്യണോ, പ്രീമിയം ക്യാൻഡൽസും കൺഫർമേഷൻ ക്യാൻഡൽസ് വെച്ചുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതിന്റെ മുകളിൽ പാറ്റേൺസ്. അപ്പൊ ക്യാൻഡൽസിന്റെ ട്രേഡ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചാർലിസ് ഡൗത്തിയറിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഓയിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്റ്റോക്കിലാണ് നമ്മളെ കാണിച്ചു തന്നത്. പിന്നെ അത് കൂടിച്ചേർന്ന് വരുന്ന പവർഫുൾ പാറ്റേൺസ് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ HDFC-AMCന്റെ 2200 നിന്നും 4500 പോയ ടാർഗറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും പവർഫുൾ ആണത്. മന്ത്ലി ക്യാൻഡൽസ് ആണ്, പാറ്റേൺസ് ആണ്. അപ്പൊ ക്യാൻഡൽസ് കൂടിച്ചേർന്ന് വരുന്ന ക്യാൻഡൽസിന് 28 ക്യാൻഡൽസ് ഉണ്ട്. സിംഗിൾ, ഡബിൾ, 3 to 4, 4 to 7 എന്ന് പറഞ്ഞിട്ട് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ അതിലും പവർഫുൾ ആണ്. കാരണം അത് കൂടിച്ചേർന്ന് വന്ന സ്പ്രിങ് പോലെ വന്ന് പൊട്ടുന്നതാണ്. അപ്പൊ അതിലും കൂടുതൽ ടാർഗറ്റ് ഉണ്ട്. അതും നമ്മൾ ഇന്നലെ HDFC-AMC കണ്ടിട്ടുണ്ടായിരുന്നു. 2500 നിന്നും 4500 രൂപയാണ് പോയത്. 2000 പോയിന്റാണ് പോയത്. അപ്പൊ സുഹൃത്തുക്കൾ, അങ്ങനെ തന്ന കോഴ്സിൽ സ്റ്റോക്ക് ബൈ ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റാതെ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് ടെക്നിക്കലെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊരു മാസം കൊണ്ട് പഠിക്കാം. പ്രീമിയം പ്രൈസ് ആക്ഷൻ ഒരു മാസം കൊണ്ട് പഠിക്കാം. വളരെ സിമ്പിൾ ആണ്, ലളിതമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിനൊന്നൊരു, അതായത് നമ്മളിപ്പോ ചില ആളുകൾ ഈ സ്ക്രാപ്പ് തൂക്കി മേടിക്കും പോലെ മാർക്കറ്റിൽ വന്നിട്ട് അക്കൗണ്ട് എടുത്ത് ഞാനുണ്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ഇതിനൊരു ബേസ് ഫോം പഠിക്കാനൊന്നുമില്ല, ഇതൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ പഠിക്കണം എന്നെല്ലാം പറഞ്ഞ് വിവേകിക്കുന്നത് നമ്മളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് നടന്നിട്ട് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരണ.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബേസ് ഫോമും ആളുകളെയൊക്കെ എടുത്ത് കാണിച്ചിരുന്നത്. ഇത് മാത്രമാണോ അല്ല, ചാർലീസ് ലവ് തിയറി കഴിഞ്ഞാൽ അതിനടിയിൽ ഒരുപാട് ആളുകളുണ്ട് അത് കൺവേർട്ട് ചെയ്ത്. അതുപോലെ തന്നെ ഫാദർ ഓഫ് പ്രൈസ് ആക്ഷനിൽ ഒരുപാട് ആളുകളുണ്ട്. എലിയോട്ട് ന്യൂ തിയറി കഴിഞ്ഞാൽ ഗ്ലന്നീലി ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ട്രേഡിംഗ് സക്സസ് ആവൂ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പണി പോലെ തന്നെയാണ്. ഹയർ ഡിഗ്രി ഇപ്പൊ പ്രീമിയം ട്രാൻസാക്ഷൻ ഒരു മാസം കൊണ്ട് പഠിക്കാം, ഓക്കെ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ട്രെയിൻ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഹയർ ഡിഗ്രി പോകണമെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ എല്ലാ കോഴ്സിലും ബേസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, പബ്ലിക് മാർക്കറ്റിനെ കുറിച്ച്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, ഫണ്ടമെന്റൽ അനാലിസിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ രീതികൾ. അതിനുശേഷം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കറൻസി, കമ്മോഡിറ്റി, ക്രൂഡ്, ബിറ്റ് കോയിൻ എല്ലാത്തിലും ഇതേ ടെക്നിക്കൽ അനാലിസിസ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്യാൻഡൽസും ഈ പാറ്റേൺസ്, ഈ പ്രൈസ് ഗ്യാപ്പ്, 28 ക്യാൻഡൽസ് അതിന്റെ ടാർഗറ്റ്, 16 പാറ്റേൺസ് നമ്മൾ കണ്ടിച്ച് അതിന്റെ ടാർഗറ്റ്, അതുപോലെ തന്നെ 5 പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ കാര്യങ്ങൾ, യൂസേജ്, പ്രോപ്പർ യൂസേജ്, പ്രീമിയം യൂസേജ്, പ്രീമിയം ഗ്യാപ്പുകൾ, അതിന്റെ പ്രോപ്പർ യൂസേജ്. അതിനുശേഷം വരുന്നതാണ് എലിയോട്ട് ന്യൂ വേവ് തിയറി. അതിലെന്തൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എങ്കിൽ കൂടെ ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫണ്ടമെന്റലിനെ ഡിസ്കൗണ്ട് ചെയ്ത് വരുന്ന പ്രൈസിനെ കണ്ടുപിടിക്കാൻ, ചാർട്ടിൽ മുകളിലോട്ട് പോ താഴോട്ട് വരുന്ന ഉപയോഗിക്കുന്ന സംഗതികളെ കുറിച്ചാണ് പറയുന്നത്. എലിയോട്ട് ന്യൂ വേവ് തിയറിയിൽ ഇമ്പൾസ് കറക്ഷൻ ഈ 5 ഫോമിലാണ്. ഒരു സെക്കൻഡ് മുതൽ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്കറിയാം മറ്റേ അക്യുമുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യം, അതൊക്കെ ഡിഫറെന്റ് അതൊക്കെ മാസ്റ്ററിൽ വരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ വലിയ വലിയ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല കോഴ്സ് കണ്ടന്റ്, വീഡിയോസ് കണ്ടന്റ് ആണ്. ബുക്കൊക്കെ പഠിച്ച് നമ്മളെ തലച്ചോറ് വെള്ളമായി. ഇന്നലെ തന്നെ ഏതൊരു സുഹൃത്ത് 250 പുസ്തകമായിട്ട് വന്നിട്ട് ട്രേഡിംഗ് പഠിക്കാൻ, ഫണ്ടമെന്റൽ പുസ്തകമായിട്ട്. അതാണ് പറഞ്ഞ സഹോദരങ്ങളെ, നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടില്ലേ, നല്ല എഡ്യൂക്കേഷൻ കിട്ടിയില്ലേ, വെള്ളമായി. ഇതൊക്കെ നിങ്ങൾക്ക് വെറും ഒരു മാസം കൊണ്ട് ഷൂ പോലെ പഠിച്ചെടുക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ ആളുകളുടെ അടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ വലിയ മാരക ടെൻഷൻ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ പച്ചവെള്ളം പോലെ മനസ്സിലായില്ലേ സഹോദര? ട്രേഡിംഗ് വളരെ സിമ്പിൾ ആണ്. അത് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തവും കൃത്യവുമായിട്ട് നമുക്ക് ചാർട്ട് കാണാം. അപ്പൊ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പഠിച്ചത് മാത്രമേ കാണൂ. നമ്മളെ ഈ ചക്രം കറങ്ങുന്ന ക്യാനലൊന്നും അതിലില്ല. പഠിച്ച ചാർട്ട് കാണാൻ അത് വന്നു കഴിഞ്ഞാൽ അച്ചിട്ട പോലെ ടാർഗറ്റിലേക്ക് പോരും. ഇപ്പൊ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം പഠിക്കുക. രണ്ടാമത്തെ വരുന്ന എലിയോട്ട് ന്യൂ തിയറി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അതായത് ഫണ്ടമെന്റലിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചാർട്ടിൽ, ലൈവ് ചാർട്ടിൽ വരുന്ന ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത പ്രൈസ് ആണ്. ആ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ക്യാൻഡൽസിലൂടെയും പാറ്റേൺസിലൂടെയും പ്രൈസ് ഗ്യാപ്പിലൂടെയും ഇൻഡിക്കേറ്റേഴ്സിലൂടെയാണ് പ്രീമിയം പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം ബേസ് ഫോം നമ്മൾ കണ്ടുപിടിക്കുന്നത്, പ്രൈസിന്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ വരുന്ന എലിയോട്ട് ന്യൂ വേവ് തിയറി. ആ സ്ട്രക്ചറുകളുടെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് മുതൽ 1 മാസം വരെ അതിലാണ്. അതിന്റെ അകത്ത് തന്നെ എന്തൊക്കെ ഉണ്ട്, ഈ സ്ട്രക്ചറിന്റെ അകത്താണ് നമ്മൾ എന്ത് നോക്കുക, ക്യാൻഡൽസ്. ഇവിടെ പ്രീമിയം ബുള്ളിഷ് ക്യാൻഡലായിരിക്കും അടിഭാഗത്ത്. ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഓക്കെ, ഇനി ഇവിടെ പറയാനൊന്നുമില്ല. ഞാൻ നേരെ ചാർട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ അത് കാണാം. ഓക്കെ, ഇതാണ് ആ ഫോം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫോർമേഷന്റെ കംപ്ലീറ്റ് ഒരു സെക്കൻഡ് മുതൽ, 1 മിനിറ്റ് മുതൽ, 1 സെക്കൻഡ് മുതൽ 1 വർഷം വരെ. അപ്പൊ വർഷത്തെയാണ് നമ്മൾ എന്ത് കണ്ടത് ഇന്നലെ? ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചാർട്ട് കണ്ടത്. അപ്പോൾ ഈ ഫോർമേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഫോർമേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഫോർമേഷൻ. 1 സെക്കൻഡ്. 1, 2, 3, 5. ഓക്കെ, ഇത് വരച്ച് നോക്കണ്ട. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ടി സി എസിലും കാണുന്നത്. ഇപ്പൊ അതിൽ പോയിട്ട് ITC, TCSലൊക്കെ ഇതാണ് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? 1, 2, 3, 4, 5. ഓക്കെ, ABC വരികയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ 5 ഇമ്പൽസ്, 3 കറക്ഷൻ. ഇതാണ് നിങ്ങൾക്ക് 1 സെക്കൻഡ് മുതൽ 1 മാസം വരെ കാണുക. അപ്പൊ ഇവിടെയാണ് നമ്മുടെ എല്ലാ ബേസ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 5, 3, 5, 3. ആ ഫോർമേഷൻ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് മന്ത്ലിയിൽ നമുക്ക് ഇയർലിയിൽ കുത്തനെ മുകളിലോട്ട് കാണുന്നത്. അതിന്റെ ചെറിയ ടൈം ഫ്രെയിമിൽ വരുമ്പോഴാണ് വോളറ്റൈലിറ്റി കൂടുന്നതും. അത് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് പഠിക്കണം? പ്രീമിയം ക്യാൻഡൽസ് പഠിക്കണം. ഇത് ഇവിടെ എന്താണ്? ക്യാൻഡൽസ് വന്നു, ഇവിടെ ക്യാൻഡൽസ് വന്നു, ഇവിടെ ക്യാൻഡൽസ് വന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് ഈ ക്യാൻഡൽസ് വരുന്നത്. അപ്പൊ പ്രീമിയം ഇതിന്റെ ബേസ് എന്താണ്? ഇപ്പൊ നേരിട്ട് നമ്മൾ ഈ 5 ഫോർമും, അതായത് പ്രീമിയം പ്രൈസ് ആക്ഷന്റെ എലിയോട്ട് ന്യൂ വേവ് തിയറിന്റെ 5 ഇമ്പൾസ് 3 കറക്ഷൻ പഠിച്ചാൽ നടക്കും? ഒരിക്കലുമില്ല. ആദ്യം ഇതിന്റെ ബേസ് ഫോമായ ക്യാൻഡൽസുകൾ പഠിക്കണം. മനസ്സിലാവുന്നു? ബുള്ളിഷ് ക്യാൻഡിൽ പഠിക്കണം, ബെയറിഷ് ക്യാൻഡിൽ പഠിക്കണം, ബുള്ളിഷ് ക്യാൻഡിൽ പഠിക്കണം, ഗാരിഷ് ക്യാൻഡിൽ പഠിക്കണം. അതിനകത്ത് വരുന്ന പ്രീമിയം പാറ്റേൺസ്, അതായത് പ്രീമിയം പ്രൈസ് ആക്ഷന്റെ പാറ്റേൺസ് വേറെയാണ് 16 എണ്ണം. ഓക്കെ, 28 ക്യാൻഡൽസ് പഠിക്കണം ആദ്യം. അതിനുശേഷം വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്, നിർബന്ധമാണ്.
അതിനുശേഷം 16 പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽസിന്റെ ടാർഗറ്റ്, അതിൽ സിംഗിൾ, ഡബിൾ, 3 to 4, 4 to 7 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി പെട്ടിട്ടുണ്ട്. ബുള്ളിഷ്, ബെയറിഷ് ഉണ്ട് ടാർഗറ്റ്. അതിനുശേഷം 5 ഇൻഡിക്കേറ്റേഴ്സ്. 5 ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ്? ഈ മൂവ്മെന്റ്, 5 മൂവ്മെന്റിനെ നമ്മൾ കണ്ടുപിടിക്കാൻ ഇവിടെ ക്യാൻഡിൽസ് ഉപയോഗിക്കണം. ബെയറിഷ് ക്യാൻഡിൽ ഉപയോഗിക്കണം, ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കണം? പാറ്റേൺസുകൾ ഉപയോഗിക്കണം. പ്രീമിയം പാറ്റേൺസ് പോലെയാണ്. ഓക്കെ. പ്രീമിയം പ്രൈസ് ആക്ഷനിലെ പാറ്റേൺസ് പോലെയാണ്. പിന്നെ 5 ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? 5 ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്? മൂവിംഗ് ആവറേജ് ആണ്. ഓക്കെ. ഇതിനെക്കുറിച്ച് പഠിക്കണം. രണ്ടാമത്തെ വരുന്നത് എന്താണ്? ഫിബിനാച്ചിയാണ്. ഫിബിനാച്ചിയെ കുറിച്ച് പഠിക്കണം. ഓക്കെ. ഫിബിനാച്ചിയെ കുറിച്ച് പഠിക്കണം. ഓക്കെ. ഫിബിനാച്ചിയിലുള്ള ഗോൾഡൻ റേഷ്യോ അതിനെക്കുറിച്ച് പഠിക്കണം. 100 റെസിസ്റ്റൻസ്, 78 റെസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ പഠിക്കണം. ഓക്കെ. 38 ഗോൾഡൻ റേഷ്യോ ആണ്, 68 ഗോൾഡൻ റേഷ്യോ ആണ്, 100 റെസിസ്റ്റൻസ് ആണ്, 78 റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെ പഠിക്കണം. ഓക്കെ. അത് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് പഠിക്കണം? പിന്നീട് അത് പ്രൈസിന്റെ മൂവ്മെന്റ്, അതായത് ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് ഡിസ്കൗണ്ട്, മാർക്കറ്റ് ഡിസ്കൗണ്ട് ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫണ്ടമെന്റലും ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് സ്മാർട്ട് മണി വരുന്ന ലൈവ് പ്രൈസാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കണമെങ്കിൽ, ഇൻ കേസ് ഇവിടുന്ന് താഴെ വന്നു നമുക്ക് മനസ്സിലാക്കാം, ബെയറിഷ് ക്യാൻഡിൽ കാണിച്ചു തരും. ഇവിടുന്ന് ബുള്ളിഷ് പോവാണെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു തരൂ. ആ പ്രീമിയം ക്യാൻഡിൽസുകൾ പഠിച്ചു, പാറ്റേൺസുകൾ പഠിച്ചു, പ്രൈസ് ഗ്യാപ്പ്, ഇൻഡിക്കേറ്റേഴ്സിൽ ഇത് പറഞ്ഞു. അതായത് മൂവിംഗ് ആവറേജ്, ഫിബിനാച്ചി കഴിഞ്ഞാൽ എന്താണ്? RSI, MACD, ഇതൊക്കെ പഠിച്ച് ഇതിന്റെ ഉപയോഗങ്ങൾ, പ്രീമിയം, ഇതൊക്കെ നമുക്കറിയാം. അതായത് സ്വാഭാവികമായിട്ട് വരുന്ന ആളുകൾക്ക് പറയാം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്നെയും ചേർത്ത് ബ്രോ എന്താ എനിക്ക് എല്ലാ ടെക്നിക്കലും അറിയാം. ഞാൻ പറയാം, എന്റെ പൊന്നു കാലം എന്താന്ന് പറയാം, 10 ക്യാൻഡൽസ് പോയിട്ട് ഒരു ക്യാൻഡൽസിനെ പേര് ഓർക്കാൻ അറിയെങ്കിലും തന്നെ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതില്ല. അതൊക്കെയാണ് പ്രശ്നം. അതൊക്കെ ചെറിയ ചെറിയ പ്രശ്ന സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ ഇത്രയും 10 ലക്ഷം 15 ലക്ഷം പേര്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇത്രയും ഗഡ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ പൈസ പോയി. അപ്പൊ അത് നിങ്ങൾ എവിടെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യുക. എവിടെന്ന് വെച്ചാൽ യൂട്യൂബിലൂടെ പഠിച്ചോ, എങ്ങനെ വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ പോവാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫണ്ടമെന്റൽ ഡിസ്കൗണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാലാണ് വരുന്നത് ഈ പറഞ്ഞ 5 ഇമ്പൾസും 3 കറക്ഷൻ. ഇതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. ഇത് എല്ലാ ടൈം ഫ്രെയിമിലും കാണാൻ പറ്റും അല്ലെ. ഇവിടെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? എലിയോട്ട് ന്യൂ തിയറി എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ കംപ്ലീറ്റ് ഫസ്റ്റ് കോഴ്സാണ്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ആദ്യം ഇതാണ് പഠിക്കേണ്ടത്. ഇത് പഠിക്കാതെ വേറൊന്നും പഠിച്ചിട്ടും കാര്യമില്ല. അതിനുശേഷം അത് വരുമ്പോൾ നമുക്ക് ഒരുപാട്, അതായത് ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്തിനാണ് ബേസ് ഫോം പറഞ്ഞത്, അതിന്റെ ഡീറ്റെയിൽ മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചാർലീസ് ഡൗ തിയറി ഫണ്ടമെന്റൽ എങ്ങനെയാണ് ട്രേഡിങ്ങിലോട്ട്, അതായത് ചാർട്ടിലോട്ട് പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ചാർട്ടിലോട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതിന് ക്യാൻഡൽസും ഈ പ്രീമിയം പ്രൈസ് ആക്ഷൻ സബ്ജക്ട് 1 ആണ് ഉപയോഗിക്കുക. അതാണ് ചാർട്ട് എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ എന്താ വരുന്നത്? രണ്ടാമത്തെ എലിയോട്ട് ന്യൂ വേവ് തിയറിയാണ്. അപ്പൊ ഇതിന് ഫാദർ ഓഫ്, അതായത് എലിയോട്ട് ന്യൂ വേവ് തിയറി എന്ന് പറയുന്നത് ആര്യൻ എലിയോട്ടാണ്. അതിനുശേഷം വരുന്നത് ഗ്ലെന്നിയിലാണ്. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ചാൽ 1 ഇമ്പൾസ് 2 കറക്ഷൻ, 3 ഇമ്പൾസ്, അതായത് 3, 4, 5, ഇങ്ങനെ 5 ഇമ്പൾസ് 3 കറക്ഷൻ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഓരോ ടൈം ഫ്രെയിമിലും 1 മിനിറ്റ് മുതൽ 1 മാസം വരെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ കണക്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? ഇതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇമ്പൾസ്, ടെർമിനൽ ഇമ്പൾസ്, സിഗ്സാക്ക്, ഫ്ലാറ്റ്, ട്രയാങ്കിൾ, അങ്ങനെ ഒരുപാട് കൗണ്ടിങ്. അപ്പൊ ഈ ഫോർമേഷനിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, ഫണ്ടമെന്റൽ അല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താണ്? ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ടല്ല ട്രേഡ് ചെയ്യേണ്ടത്. ടെക്നിക്കലി ഇത്രയും എഡ്യൂക്കേഷൻ. അതിന് നിങ്ങൾ ഒന്നും കാട് കയറി പഠിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ള ആ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പ്രീമിയം പ്രൈസ് ആക്ഷൻ മാത്രം പഠിക്കുക. ഏത് പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്വിംഗ് സ്റ്റോക്ക്, ഫ്യൂച്ചർ ഓപ്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് അതിന്റെ ഹയർ ഡിഗ്രി എഡ്യൂക്കേഷൻ ആണ്. അതിന്റെ വരുന്ന മാസ്റ്റർ ആണ്. അത് ഇതിൽ വരുന്നതാണ്. ഓക്കെ. ഇതിൽ ചാർലീസ് ഡൗ തിയറിന്റെ മാസ്റ്റർ ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. നല്ല കണ്ടന്റുകൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ഓരോന്നിന്റെ ബേസ് ആയിരിക്കും പറഞ്ഞു വരിക. അതായത് നാളെ നമുക്ക് എന്താണ് പ്രീമിയം പ്രൈസ് ആക്ഷന്റെയും എലിയോട്ട് ന്യൂ വേവ് തിയറിന്റെയും അതുപോലെ പ്രൈസ് കൺവേർജ് ബേസ് ഫോം നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു തരും. അതിനുശേഷം മാർക്കറ്റിൽ സെക്ടർ ഇൻഡെക്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ചാർട്ടിന്റെ സെറ്റിംഗ്സ്, അങ്ങനെ ഓർഡർ ബേസ് ആയിട്ട് പറഞ്ഞു തരും. അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നോട്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.